പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നവർക്ക് സമാധാനം കിട്ടുന്ന ഒരു ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ യസാലുൽ ബലാഉ, പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, ബിൽ മുഅ്മിനി വൽ മുഅ്മിനത്തി, പുരുഷനും സ്ത്രീക്കും. പുരുഷന് മാത്രമല്ല, പുരുഷനും സ്ത്രീക്കും പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്തിലൊക്കെയാണ് പരീക്ഷണങ്ങൾ ഉണ്ടാവുക? ഫീ നഫ്സിഹി, ശരീരത്തിൽ, നമ്മുടെ സ്വന്തം ശരീരത്തിൽ തന്നെ രോഗങ്ങളും മറ്റു പല വിഷയങ്ങളുമായിട്ട് പരീക്ഷണങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. മാത്രമല്ല വവലദിഹി, മക്കളിലും പരീക്ഷണങ്ങൾ ഉണ്ടാവും. മക്കളെ പല വിഷയങ്ങളും ആയിട്ടുള്ള പ്രശ്നങ്ങൾ, വിഷമങ്ങൾ നേരിടേണ്ടി വരും. പരീക്ഷണങ്ങൾ ഉണ്ടാവും മക്കളെ വിഷയത്തിൽ. മാത്രമല്ല വമാലിഹി, സമ്പത്തിലും, നമ്മുടെ സമ്പത്ത്, അതിലും പരീക്ഷണങ്ങൾ പല രൂപത്തിലും ഉണ്ടാവും. പല രൂപത്തിലായിരിക്കും. അപ്പോൾ ദാരിദ്ര്യമായിരിക്കും, ചിലപ്പോൾ സമ്പത്ത് കൊണ്ട് മറ്റു പല ബുദ്ധിമുട്ടുകളായിരിക്കും, സാമ്പത്തികമായ വലിയ നഷ്ടങ്ങൾ വന്നിട്ടുള്ള പരീക്ഷണങ്ങളായിരിക്കും. ഇങ്ങനെ സമ്പത്തിലും മക്കളിലും സ്വന്തം ശരീരത്തിലും ആയിട്ട് പരീക്ഷണങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആണിനും പെണ്ണിനും ഉണ്ടായിരിക്കും എന്നാരാ പറയുന്നത്? മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഏതുവരെയാണ് ഇതിൻ്റെ സമയം? ഹത്താ യൽഖല്ലാഹു തആല, അല്ലാഹു തആലയെ കാണുന്നത് വരെ. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ നമ്മൾ കാണുമ്പോഴാണ്, സ്വർഗത്തിലെത്തുമ്പോഴാണ് അള്ളാഹുവിനെ കാണുക. ആ അള്ളാഹുവിനെ കാണുന്നത് വരെ മുഅ്മിനായ ആണിനും പെണ്ണിനും പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒന്ന് കഴിഞ്ഞ് പിന്നെ അടുത്തത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ശരീരത്തിലും മക്കളെ കാര്യത്തിലും അതുപോലെ സമ്പത്തിലൊക്കെ ആയിട്ട് പല ടെൻഷനുകളും അനുഭവിക്കേണ്ടി വരും, പല വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരും എന്ന് സത്യം മാത്രം പറഞ്ഞ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറയാണ് കേട്ടോ, വമാ അലൈഹി ഖതീഅത്തുൻ, അതുകൊണ്ടൊക്കെ കിട്ടുന്ന നേട്ടം എന്താ? ഈ പരീക്ഷണങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചാൽ കിട്ടുന്ന നേട്ടം എന്താണ്? ഒരു പാപവും ഇല്ലാത്ത അവസ്ഥയിലായിത്തീരും അവസാനം. ഈ പരീക്ഷണങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ പാപങ്ങളൊക്കെ പുറത്തു കിട്ടും. നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അതൊക്കെ അല്ലാഹു തആല പുറത്തു തരും. കാരണം എന്താ? നമ്മൾ ഈ പരീക്ഷണങ്ങൾ, ഈ രോഗങ്ങൾ, മറ്റു പല ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ അനുഭവിച്ചത് കാരണം. അപ്പോൾ ഞാൻ ഈ ഹദീസ് പറഞ്ഞത് എന്തിനാണെന്നറിയോ? ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ച്, രോഗങ്ങൾ അനുഭവിച്ച്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കുടുങ്ങി, ഇങ്ങനെ മക്കളെ വിഷയത്തിൽ ഒക്കെ ടെൻഷൻ അടിക്കുന്നവരുണ്ട്. അവർക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ ഹദീസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സമാധാനം നൽകേണ്ടവരാണല്ലോ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ മുത്തുനബി നമ്മളെ സമാധാനിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, മുഅ്മിനീങ്ങളായ ആണുങ്ങളെ, പെണ്ണുങ്ങളെ, നിങ്ങൾക്ക് പരീക്ഷണം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. മരിക്കുന്നത് വരെ, അള്ളാഹുവിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് പരീക്ഷണം ഉണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് പാപങ്ങൾ പുറത്തു കിട്ടും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം, ഇങ്ങനെ ഉണ്ടാവും എന്ന് മനസ്സിലാക്കണം. ദുനിയാവിൽ ഒരു പ്രശ്നവുമില്ലാതെ ഒരാൾക്കും ജീവിക്കാൻ കഴിയില്ല. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ലാത്ത ആരും ഉണ്ടാവില്ല എന്നാ. ഏറ്റവും സുഖം അനുഭവിക്കുന്ന മനുഷ്യനും അവനും ചിന്തിക്കും, അവനും ഒരു ടെൻഷൻ ഉണ്ടാവുന്ന. എന്താ?
പഠിച്ച റബ്ബേ ഇതെപ്പോഴാ നഷ്ടപ്പെട്ടു പോകാൻ അവനും ടെൻഷൻ ഉണ്ടാവുന്ന. നല്ല സുഖത്തിൽ ജീവിക്കുന്ന ഒരാൾ, അയാൾക്ക് സമ്പത്തുണ്ട്, എല്ലാം ഉഷാറാണ്, പക്ഷെ അയാൾക്കും എപ്പോഴും ടെൻഷൻ ഉണ്ടാവും. എന്ത്? ഇതൊക്കെ എപ്പോഴാ പഠിച്ച റബ്ബേ നഷ്ടപ്പെട്ടു പോകാൻ ടെൻഷൻ ഉണ്ടാവുന്ന. അപ്പം അതുപോലെയാണ് ദുനിയാവിൽ എന്തായാലും പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ നമുക്കുണ്ടായിക്കൊണ്ടേയിരിക്കും. അതൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ അവിടെ ക്ഷമിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ക്ഷമിക്കുകയാണ് വേണ്ടത്. ക്ഷമകേട് കാണിക്കരുത്. ക്ഷമിച്ചാൽ നമ്മൾ ഇതൊക്കെ പഠിച്ച റബ്ബിൻ്റെ ഭാഗത്ത് നിന്നുള്ളതാണ് എന്ന ആ ഒരു മനസ്സോടുകൂടി നമ്മൾ ക്ഷമിച്ച് അതിനെ നേരിട്ടാൽ നമ്മളതിൽ വിജയിച്ചു. നമുക്ക് അല്ലാഹു തആല ഓരോ വഴികൾ ഇങ്ങനെ തുറന്നു തരും. നമ്മളതിൽ ക്ഷമിച്ചാൽ നമുക്ക് വിജയങ്ങൾ ഉണ്ടാവും. നമുക്കൊരുപാട് വഴികളൊക്കെ അല്ലാഹു തആല തുറന്നു തരും. ഒരുപാട് സന്തോഷങ്ങൾ അല്ലാഹു തആല തരും. വിഷമത്തോടു കൂടെയാണ് സന്തോഷം ഉണ്ടാകുക. വിഷമം ഉണ്ടെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാവും. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ശേഷം നമുക്കെന്ത് വരാനുണ്ട്? ഒരു സന്തോഷമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, പരീക്ഷണങ്ങളൊക്കെ അനുഭവിക്കുന്നവർ ഒരിക്കലും സങ്കടപ്പെടണ്ട. ഇത് അല്ലാഹു തആല കണക്കാക്കിയതാണ്. എൻ്റെ ജീവിതത്തിൽ അല്ലാഹു തആല ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് കണക്കാക്കിയതാണ്. അതുകൊണ്ട് ഞാനത് ക്ഷമിക്കുന്നു, സഹിക്കുന്നു എന്ന് കരുതി നല്ലതുപോലെ നമ്മൾ അതിനെ സമീപിച്ചാൽ നമുക്ക് വിജയം ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് എല്ലാവരും ശ്രദ്ധിക്കണം. ഒരിക്കലും ക്ഷമകേട് നമ്മൾ കാണിക്കരുത്. അതുപോലെ ഈ വിഷയത്തിലൊക്കെ നമ്മൾ ക്ഷമകേട് കാണിച്ച് പിന്നെ മറ്റൊരു രൂപത്തിൽ നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. ആദ്യം തന്നെ ക്ഷമിക്കുക. നല്ല രൂപത്തിൽ രോഗമാണെങ്കിലും മക്കളെ വിഷയങ്ങളാണെങ്കിലും അതുപോലെ സാമ്പത്തിക പ്രശ്നങ്ങളാണെങ്കിലൊക്കെ ഒരു പരിഹാരം എൻ്റെ മുന്നിൽ വരും എന്ന് കരുതുകയും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യുക. നല്ല വഴികളൊക്കെ തുറക്കാൻ വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്തിലാക്കി തരുമാറാവട്ടെ. രോഗങ്ങളൊക്കെ അള്ളാഹു ഷിഫയാക്കി തരുമാറാവട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ അള്ളാഹു രക്ഷ നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളൊക്കെ അള്ളാഹു നല്ല മക്കളാക്കി തരുമാറാവട്ടെ. എല്ലാ പരീക്ഷണങ്ങളിലും വിജയിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നല്ല ക്ഷമയോടുകൂടി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.